ഏയ്, എന്താ ഇങ്ങനെ നോക്കുന്നേ? നീ കടൽ കണ്ടിട്ടുണ്ടോ? മാമൻ പറയാറുണ്ട്, എത്ര കണ്ടാലും മടുക്കാത്താണ് കടലെന്ന്. മുത്തു കണ്ടിട്ടുണ്ടോ? എവിടെ വെച്ച്? ഇവിടെ വെച്ച്. ഇവിടെ എവിടെയാ കടല്? നിന്റെ കണ്ണില്. സത്യ പറഞ്ഞ, നിന്റെ കണ്ണിൽ എത്ര നേരം നോക്കിയിരുന്നാലും എനിക്ക് മതിയാവില്ല. എന്നാ ഇപ്പൊ നോക്കിയിരുന്നാ മതി. നിക്കുന്നേ. കാവേരി, അത്താഴം കാലായോ മോനെ? അതൊക്കെ എപ്പോഴേ റെഡിയായി. എന്താ കൂട്ടാൻ? സാമ്പാറും അച്ചാറും പപ്പടവും. ഓ, ഉപ്പ് ഇത്തിരി കുറവാ. ഉപ്പ് ഞാൻ ഇട്ടോളാം. ഞാനിട്ടാൽ എന്താ കുഴപ്പം? അല്ല, ഞാൻ കൃത്യമായിട്ടിട്ടോളാം. അത് ശരി. അപ്പൊ എനിക്ക് ഉപ്പിന്റെ ഭാഗം അറിഞ്ഞൂടാന്നല്ലേ? അതല്ല മാമ. പിന്നെ അല്ലാണ്ട് എന്താ മാമ? എടാ, ഒന്നുമില്ലെങ്കിൽ നിന്നെക്കാൾ 10-35 ഓണം കൂടുതലുണ്ടവനല്ലേ ഈ ഞാൻ. മാമ, അതൊന്നും വേണ്ട. നീ പോയാ കൊട്ട തിന്നാൻ നോക്ക്. ഇത് ഞാൻ ഇട്ടോളാം. മാമ, ഉപ്പ് കൊലുസായോ? ഇതിനാണോ നീ ഈ വെപ്രാളം മുഴുവൻ കാണിച്ചത്? എടാ മണ്ട, ഇത് ഉപ്പിലിട്ട കറുത്തു പോകും. എന്നെ ഒളിപ്പിക്കാൻ വേണ്ടി നീ ഇത് കറുപ്പിച്ച് കളയണ്ട. കഴിയുന്നത് വേഗം അവളുടെ കാലിൽ കൊണ്ട് കെട്ട്. ഇനി ഉപ്പ് നിന്റെ പാകത്തിന് ഇട്ടോളൂ കേട്ടാ. മക്കളുറങ്ങി. മക്കളുറങ്ങിന്ന്. ഇനി ഇതൊക്കെ നാളെ എഴുതിയ പോരെ? നാളെ കണക്ക് ക്ലോസ് ചെയ്ത് കാശ് കൊടുക്കേണ്ടതാ. നീ മരുന്ന് കഴിച്ചു? മരുന്ന് കഴിച്ചിട്ട് കിടന്നുറങ്ങി. என்ன மாதிரிப்பா? மேட்டுப்பாளையத்துல இருந்து முட்டைக்கோஸ் லோடு வந்திருக்கியா? அப்படியா? நம்ம கடைக்கு உள்ள இறக்கி வச்சிரு. சரிங்க. அப்புறம் பூசணிக்காய் ரோடு வரலையா? பூசணிக்காய் இல்லையா, வெண்டைக்காய், அவரைக்காய், புடலங்காயும் கொஞ்சம் பச்சை மிளகாயும் வந்திருக்கு. வெங்காயமா? பெரிய வெங்காயம் இல்ல, மூட்டையை பார்த்தா சின்ன வெங்காயம் மாதிரி தெரியுது. ஐயோ, பெரிய வெங்காயம் தானே சொல்லி இருந்தது. விட மாட்டேன், கண்டிப்பா விட மாட்டேன். ரெண்டு பொண்டாட்டி காவல்காரன், பொண்டாட்டி தேவை, பொண்டாட்டி சொன்னா கேட்டுக்கணும். பொண்டாட்டியை பத்தி ஏது படம் வந்தாலும் எந்த வண்டிக்கு எடுத்து போஸ் ஒட்டுക്കുന്നவர் ஆராயாலும் சரி. டேய், நான் விட மாட்டேன். பொண்டாட்டி சொன்னா கேட்டுக்கணும். நான் தானடா தீர்மானம் பண்றேன். தைரியம் நீங்க போடா. ഏയ്, ഇവിടെയും വെട്ടിട്ടുള്ളൂ. നീ ഇതിൽ ഇടപെടണ്ട. ഇതെന്റെ മാനത്തിന്റെ പ്രശ്നമാണ്. മാനം. കടയിൽ പോയി ഇത്തിരി അരിയും മുളകും മണ്ണെണ്ണയൊക്കെ വാങ്ങിച്ചോണ്ട് വന്നാട്ടെ. നോക്കി പഠിപ്പിക്കില്ലേ ഇതൊക്കെ? ഉണ്ണാൻ ഇങ്ങ് വന്നിരിക്കുമ്പോ ചീത്താക്കണ്ടോളെ ഞാനല്ലേ? നിങ്ങളുടെ ശൃംഗാരി മഞ്ഞളും പൂച്ചി പൊട്ടും പോവും വെച്ച് കീര കൂരേന്നും പറഞ്ഞ് ഇറങ്ങി അങ്ങ് പോവല്ലോ. നിനക്ക് പോയി അങ്ങ് വാങ്ങിയാലെന്താ? എനിക്ക് വയ്യ ഇനി പോയി കടം പറയാൻ. ഇപ്പൊ തന്നെ മോന്ത വെറുപ്പിച്ചു തുടങ്ങി. അവൻ എന്തിനാ മുഖം വീർപ്പിക്കണേ? ഞാൻ എന്താ കിട്ടാ കുറ്റിയാ? ഞാൻ സഞ്ജി തന്നെ. കൊണ്ടാട്ടി சொன்னா കേട്ടുക്കണം. എന്നടി? ഞാൻ ഇത് പോസ്റ്റ് പഠിച്ചയ്യാ. അയ്യോ, കുടുങ്ങുമ്പോ ഞാൻ ഊത്തരേ. വേണ്ട, ഞാൻ ഒഴിച്ചോളാം. പറവല്ല കുടുങ്ങ. വേണ്ട പപ്പിനി, ഞാൻ ഒഴിച്ചോളാം. കുഴന്തെങ്കിങ്ങ അവരെവിടെ കളിച്ചോണ്ട് നിക്ക. എന്താ പപ്പിനി? ஒண்ணும் இல்ல, நான் உங்ககிட்ட உன்னை கேட்கலான்னு வந்திருக்கேன். என்ன? உங்களோட ஒரு சாரி எனக்கு கொடுங்களேன். അയ്യോ, ഞാൻ അധികം സാരി ഒന്നും കൊണ്ടുവന്നിട്ടില്ല. நான் இங்க ஆரோட ஒண்ணும் சோதிக்காரில்ல. என்னமோ தெரியல, உங்களோட ஒரு சாரி உடுக்கணும்னு ரொம்ப ஆசை. ஏதாவது விசேஷ நாள்ல கட்டுறதுக்கு தான். ഞങ്ങള് തിരിച്ചു പോകുമ്പോഴേക്ക് വേണമെങ്കില്. போதுமா? அது போதும். இந்த தீபாவளி பொங்கல்லாம் வரும்போது ஜோஸ் முதலாளி கிட்ட காவேரியும் ஜானகியும் புடவை வேணும், மாலை வேணும் எல்லாம் சோதிச்சு வாங்கும். ஆனா நான் மட்டும் அப்படி ஒண்ணும் கேட்க மாட்டேன். ஏதோ இப்ப 2-3 நாளா காவேரி கால்ல ஒரு புது கொலுசு. யாரு வாங்கி கொடுத்ததுன்னு கேட்டா ஒண்ணுமே சொல்ல மாட்டேங்கிறா. வேற யாரு வாங்கி கொடுத்திருப்பாங்க? ஜோஸ் முதலாளி தான்.
இல்லன்னா இவளுக்கு கொலுசு வாங்குறதுக்கு எவிடுன்னு காசு. நான் வரேம்மா. ஆனா ஒரு சாரி மட்டும் எனக்கு மறக்காம கொடுத்துட்டு போனோம். எல்லாம் உங்க ஓர்மைக்காகத்தான். ആഹാ, പുതിയ പാവസരം വാങ്ങിച്ചോ? എന്നിട്ടെന്താ എന്നോട് പറയുന്നത്? നോക്കട്ടെ. കൊള്ളാം, നന്നായിട്ടുണ്ട്. ഒരുപാട് മണിയൊക്കെ ഉണ്ടല്ലോ. ഇതിനെന്ത് വിലയായി? അറിഞ്ഞൂടാ. രാമയ്യ വാങ്ങി തന്നതാ. പിന്നാരാ പറഞ്ഞ ചേച്ചീനെ തപ്പാ വിചാരിക്കും. ഏയ്, ഞാനെന്തിനാ തെറ്റായിട്ട് വിചാരിക്കുന്നേ? പറ, ആരാ? വേണ്ട, ആരോടും പറയില്ലെന്ന് കയ്യിലടിച്ച് സത്യം ചെയ്തിരിക്കുക. എങ്ങനെയായാലും ചേച്ചി ഒരു ദിവസം അറിയും. ഇപ്പൊ എന്നോടൊന്നും ചോദിക്കല്ലേ, ഞാൻ പറയില്ല. എന്താ മോനെ? എന്തിനാ അവനെ തള്ളണേ? പെണ്ണിനോട് തുള്ളി തുള്ളി ഭാഷയായി രണ്ടെണ്ണം. പിള്ളേരല്ലേ, അവർക്കറിയാമോ എന്താ പോണ്ടേ? അമ്മാമ്മയുടെ തനി പകർപ്പായി ഈ ചെക്കൻ. എന്നെ ഒരു വിലയില്ല. ചെറുതല പറഞ്ഞ കൊല്ലും ഞാൻ. നിനക്കൊന്ന് പാവം ചെല്ലേ. വെച്ചിട്ടുണ്ടോ എനിക്ക്? എന്താ കാര്യം? സജിമോൻ അമ്മച്ചിനെ കുശുംബിന്ന് വിളിച്ചു. അതെന്തിനാ മോനെ അമ്മച്ചിയെ കുശുംബിന്ന് വിളിച്ചേ? കാവ്യ ചേച്ചി കൂടെ നീ കളിക്കാൻ പോയാ എന്നെ കെട്ടിനും പറഞ്ഞാ. അയ്യോ, അങ്ങനെ പറഞ്ഞു? പറഞ്ഞു പറഞ്ഞു. അതേ, അമ്മച്ചിക്ക് കുറച്ച് നാളായിട്ട് ലേശം വട്ടുണ്ട്. എനിക്കും തോന്നി. ആണോ? നമുക്കൊരു കാര്യം ചെയ്യാം. അമ്മച്ചിക്ക് വെളിച്ചത്ത് ചോറ് കൊടുത്തിട്ട് ഇരുട്ടത്ത് ഇറക്കി ഉറക്കാം. നമ്മളും അങ്ങനെയല്ലേ, വെളിച്ചത്ത് ചോറ് തിന്ന് ഇരുട്ടത്തല്ലേ കിടക്കുന്നത്. അമ്മോ, ഇതിന് പെടയല്ലാതെ വേറെ മാർഗമില്ലേ? കണ്ടു തരല്ലേ? മன்னிச்சிருங்க. നന്നായി പോയി. ഇനിയെങ്കിലും ഇതൊന്ന് നിർത്തിക്കൂടെ? നോക്കിക്കോ, പോക്കറ്റടിക്കാരനാണെന്നും പറഞ്ഞ് ഒരു ദിവസം പോലീസുകാർ പിടിച്ചിടിക്കും. അപ്പോഴേ നിർത്തുള്ളൂ. ഇനി ആരന്വേഷിച്ച് വരാനാ? അവരൊക്കെ ചത്തുപോയിട്ടുണ്ടാവും. കാവേരി, മുത്തുവിന് ബന്ധുവായിട്ട് ഞാനില്ലേ? ഞാൻ പോരെ? ഈ കണ്ണിനും ഈ മൂക്കിനും ഈ ചുണ്ടിനും ഈ മനസ്സിനും ഞാൻ മാത്രം സ്വന്തക്കാരി. സത്യം? ചിപ്പോ, ഇനി എന്നെ വിശ്വാസമില്ലേ? നോക്കിക്കോ, പங்குനി മാസം വരട്ടെ, 7 നാൾ വ്രതം എടുത്ത് തല മൊട്ടയടിച്ച് തീർത്ഥക്കാവടി എടുത്ത് ഞാൻ മല കയറും. അപ്പൊ വിശ്വസിക്കാന്നറിയാലോ. എന്താ പറഞ്ഞ? തല മുട്ടയടിക്കുന്നു? അതിന് ഞാൻ സമ്മതിച്ചിട്ടുണ്ട്. മുരുക, മുടി മുരുകന് കൊടുക്കാൻ സമ്മതിക്കില്ലെന്നോ? പാവം കിട്ടുന്ന വാക്കൊന്നും പറയരുത് കേട്ടോ. പാവം കിട്ടിക്കോട്ടെ, ഒരു ദൈവത്തിനും നിന്റെ ഒരു മുടിനാരുടെ പോലും ഞാൻ കൊടുക്കില്ല. ഈ ഭൂമിയിൽ എനിക്ക് നീ മാത്രമേ ഉള്ളൂ, നീ മാത്രം. പോനാൽ പോകട്ടും പോടാ, இந்த ഭൂമിയിൽ നിലയായി. ഞാൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ച കാശ് யாரெடுத்தாலும் നാശമാ പോവിങ്ക. നിന്റെ ഒന്നും ഒരു പൈസ എന്റെ പട്ടിക്ക് പോലും വേണ്ട. அப்போ இந்த டப்பாவில இருந்து 15 ரூபாய் எங்க போச்சு? தானா பறந்து போச்சோ? പറന്നു പോയി കാണും. இப்படியெல்லாம் சொன்னா எனக்கு கெட்ட கோவம். கோய் சுண்டி பேசக்கூடாது 100 வாட்டி சொல்லியிருக்கு. தபார், காசு யார் எடுத்தாங்கன்னு தெரியாம சும்மா லொடன் பேசாத. நீ எடுத்தியா? எனக்கு அதுக்கு ஓம்பணும். அப்புறம் யார் எடுத்தாங்க சொல்லு. അപ്പാதான் എടുത്തിച്ച്. ഞാനാ? ആരടി പറഞ്ഞു ഞാനെടുത്തു? എനക്ക് തെരിയും. നീ കണ്ടോടി? നിന്നെ ഞാൻ എന്താ അമ്മ?
ഇത്ര ചെറുപ്പത്തിൽ ഇങ്ങനെ തുടങ്ങിയാലോ? ഒന്ന് ആലോചിച്ച് നോക്കി. ഉണ്ണിയെ ചൊല്ലി നീ എടുക്കവേ ഇല്ല. എടുത്ത് കാണും. ആ പാട്ട് കേട്ടപ്പോഴും ഞാൻ നനച്ചതാ. ഇന്ന് ഓട്ടോ ഒന്നും ഉണ്ടായിരുന്നില്ലെന്നല്ലേ പറഞ്ഞത്? പിന്നെ എവിടുന്നാ ചാരായം കുടിക്കാൻ കാശ്? ഒരു പോനാ പോട്ട് പോടാ. അത് ഞാൻ பாரு நாளை காத்தாலுக்குள்ள என் காசு எனக்கு திருப்பி கொடுக்கல அப்புறம் இந்த பத்மினி யாருன்னு தெரிய வைக்கிறேன். രാമയ്യൻ എടുക്കുന്നത് നീ കണ്ടോ? മുരുകനാണ് സത്യം, ഞാൻ കണ്ടതാണ്. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ ഇരിക്കുന്ന കണ്ടപ്പോഴാ ഞാൻ പറഞ്ഞത്. നിന്റെ അപ്പന ആള് കൊള്ളാമല്ലോ. ഞാൻ പറയില്ലായിരുന്നു, ഇല്ലെങ്കിൽ എന്നെ അമ്മ ഒരു കള്ളികളാക്കും. അതുകൊണ്ടാ. ഇനി മതി വർത്താനം പറഞ്ഞത്. വാ ഞങ്ങൾക്ക് കഥ പറഞ്ഞതാ. പാട്ട് പാടിയാ മതി. വാ ചേച്ചി വാ. ഇതിവിടെ സ്ഥിരം പതിവാ. വെള്ളം അടിച്ചിട്ട് വന്നാ രാമയ്യൻ ഇത് തന്നെയാ പണി. അവള് മിക്കപ്പോഴും ഇവിടെ കിടക്കുന്നേ. ഇവിടെ അതൊന്നും വലിയ പുതുമയല്ലേ ചേച്ചി. ആശയ്ക്കൊന്നും അൻപക്കൊന്നെന്നാ ഇവിടുത്തുകാര് പറയാ. ചിന്ന വീടില്ലാത്തൊരു ചുരുക്ക. சீக்கிரம் சீக்கிரம். சொல்லுங்கம்மா சொல்லுங்கம்மா. ஏமா இப்ப தானமா வந்த? யாரே சொன்னது? நான் எப்போ வந்துட்டேன். நாங்க தான் பாத்துட்டு இருக்கோமே. நீ பாத்துட்டு இருந்தா நான் என்ன செய்யறது? நாங்க எவ்வளவு நேரமா நின்னுட்டு இருக்கோம். அப்புறம் நான் என்ன சரி செய்யறது? சத்தம் போடாதீங்க. எல்லாரும் கொடுக்குறேன். இந்த பொண்ணு எப்பவுமே இப்படிதான். ஆமா 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 ஆமா. ஆமா. யோ கையடியா. காசு கொடுமா. பாரு. ഞാനെപ്പോഴേ വന്നു. ചേച്ചിന്ന് സ്വപ്നം കാണാ. സജിമോനും ബിജിമോളും ചെന്ന് പാല് കുടിച്ചേ. ചേച്ചി മേശപ്പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. പോ ചേച്ചി, ഞാൻ ഇപ്പൊ വരാട്ടോ. കുതിരയ്ക്ക് പുല്ല് വാങ്ങിച്ചിടാൻ പറഞ്ഞാൽ മറന്നു. അപ്പനും നിന്നെ കൊല്ലും. കാവേരി, നിന്നോടൊരു കാര്യം പറഞ്ഞ വിഷമം തോന്നരുത്. എന്താ ചേച്ചി? നീ കൊച്ചുകുട്ടിയൊന്നുമല്ല.
ജോസണ്ണൻ ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളാ. അയൽവക്കത്തുള്ളവരൊക്കെ എന്താ വിചാരിക്കുക? ചേച്ചി എന്താ പറയണേ? ഞങ്ങൾ ഇവിടുന്ന് പോകുന്നവരെ നീ ഇവിടെ വരികയെ കിടക്കേ എന്താണെങ്കിലും അയക്കോ. പക്ഷെ ഞങ്ങൾ പോയി കഴിഞ്ഞാ പിന്നെ നീ ഇവിടെ വരരുത്.